അമേരിക്കക്കെതിരെ ഇറാൻ്റെ പുതിയ ഭീഷണി നിലവിൽ വന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൻ്റെ പുറത്തേക്ക് യുദ്ധത്തെ വ്യാപിപ്പിക്കുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇനി ഒരു ഭയാനകരമായിരിക്കുന്നൊരു യുദ്ധത്തിനാണല്ലോ അമേരിക്ക തയ്യാറെടുക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്, ഭയാനകത അവർക്ക് നേരെയാണ് ഉണ്ടാവുക. തങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഒതുക്കിയിട്ടുള്ള യുദ്ധമായിരിക്കില്ല ഇനി വരാൻ പോകുന്നത്, മിഡിൽ ഈസ്റ്റിന് പുറത്തേക്ക് യുദ്ധത്തെ വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. 2025 ആക്രമണത്തിന് ശേഷം 2025 ആക്രമണം പുനരാരംഭിക്കുന്നതിന് മുൻപായിട്ട് ഇറാൻ ഒരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയിരുന്നു. അതിങ്ങനെയായിരുന്നു: യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമായിട്ടല്ലാതെ മേഖല വ്യാപിക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ യുദ്ധത്തെ ഞങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. അത് അക്ഷരം പ്രതി ശരിയായിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ മാത്രമല്ല യുദ്ധമുണ്ടായത്, മിഡിൽ ഈസ്റ്റിലെ സർവ്വ മേഖല കേന്ദ്രീകരിച്ചു ആക്രമണം നടത്തി 18 രാജ്യങ്ങളെയെങ്കിലും ആ സമയത്ത് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തനം നടക്കാൻ പറ്റുന്നതാണ് എന്ന് അവർ തെളിയിച്ചു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വന്നിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിന് പുറത്തേക്ക് തങ്ങൾ യുദ്ധത്തെ വ്യാപിപ്പിക്കുമെന്നുള്ളതാണ്. ആ സമയത്ത് അത് ആശങ്ക പരത്തിയിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ഏത് തരത്തിലാണ് ഇത് വ്യാപിക്കുക, ഏതെല്ലാം രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്ന കാര്യത്തിൽ വലിയ രീതിയിൽ ആശങ്കയുണ്ട്. മിഡിൽ ഈസ്റ്റിൻ്റെ പുറത്ത് എന്ന് പറയുന്ന സമയത്ത് ഇറാഖിലാണെങ്കിലും സിറിയയിലാണെങ്കിലും തുർക്കിയിലാണെങ്കിലും ഈ മേഖലകളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക ബേസുണ്ട്. ഓരോരോ ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ഇതിനു മുൻപ് അവർ അങ്ങനെ ഓരോരോ ഒറ്റപ്പെട്ട ആക്രമണം നടത്തിയിട്ട് അമേരിക്കയിലെ